ഇവിടെ നിന്ന് നേരെ ഈ റോഡ് നേരെ പോകുന്നത് ഇടവയാണ് കേട്ടോ. പക്ഷേ അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. നമ്മളെന്തായാലും ലെഫ്റ്റ് എടുക്കുന്നു. സംഘമുക്കുന്ന് ലെഫ്റ്റ് എടുത്ത് പ്രസ് മുക്കിലേക്ക് പോകുന്നു. എല്ലാം മുക്കാണ്. ഇവിടെയും ചെറിയ റോഡാണ്. ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ചിലർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, എന്തുവാ ഇത് ആർക്കും അറിയാത്ത റോഡല്ലേ, റഷ്യക്കാർക്ക് വരെ അറിയാം ഈ റോഡെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്നെ പോലെ പലരും ഉണ്ട് ഈ റോഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അതിൽ വന്നിട്ട് ഇതേപോലെ ഇത് റഷ്യക്കാർക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാവർക്കും തമിഴന്മാർക്കും ഒക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലോജിക്കില്ല. പിന്നെ കമൻ്റ് ഇടുന്നവർ അവിടെ ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്കും ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ. ഇതുപോലൊരു വണ്ടി മുന്നേ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയാണെങ്കിൽ ഒട്ടും സൈഡും തരുന്നില്ല. നമ്മളൊന്ന് കയറാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് കാലെടുക്കും. എന്തെല്ലാം അടിപൊളി. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസ് മുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രസ് മുക്ക് പേരുകളൊക്കെ നല്ല സുപരിചിതമായി. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകുന്നു. റൈറ്റ് പോയാൽ ഇടവ, ലെഫ്റ്റ് പോയാൽ കാപ്പിൽ പരവൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഇടവ. അവിടെ നിന്ന് റൈറ്റ് പോകണം കേട്ടോ. ഇതാണ് പാലക്കാവ് ദേവീക്ഷേത്രം. നമ്മൾ വന്ന വഴി ഏതോ ഒരെണ്ണം ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വെറ്റക്കടയും വന്നിറങ്ങും കേട്ടോ. ഇതാണ് വെറ്റക്കട ജംഗ്ഷൻ. ആലുംമൂട് വലിയ പള്ളി. ഇത് പഴയ പള്ളി. എന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ അതിനെക്കുറിച്ചിട്ട്. എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ ഉറപ്പായിട്ടും കമൻ്റ് ഇടണേ. വർക്കല ഓൾറെഡി ക്രൗഡായി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഈ ക്രൗഡിൽ കിടക്കാൻ ആഗ്രഹിക്കത്തില്ലല്ലോ. അപ്പോൾ അവരെല്ലാം ഇതേപോലെ അതിനടുത്തുള്ള സ്ഥലത്തേക്ക് പോകും. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹോം സ്റ്റേസും അതുപോലെ തന്നെ റിസോർട്ട്സൊക്കെ എനിക്ക് തോന്നുന്നു ഇനി ഡെവലപ്പ് ആകാൻ പോകുന്നത് ഇവിടെയൊക്കെയാണ്, ഈ കാപ്പിൽ ഭാഗത്തൊക്കെ.